എക്സാമിനേഷന് വേണ്ടി പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 54:13 നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതും ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ ആയിരിക്കും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകും നിങ്ങളുടെ മക്കൾ. ഞാൻ നിന്റെ നാവിൽ പകർന്ന എന്റെ വചനത്തെയും ഞാൻ നിന്റെ ഉള്ളിലാക്കിയ എന്റെ ആത്മാവിനെയും നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, തലമുറകളെ ഓർക്കുന്ന ദൈവം, തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, കർത്താവെ ഇവരുടെ ജനറേഷനെ, ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മഹത്വം, നിന്റെ സാന്നിധ്യം അവരുടെ കൂടാരങ്ങളിൽ ഇറങ്ങി വരട്ടെ. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ആ ജ്ഞാനത്തെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നീ വിസ്ഡം കൊടുക്കണമേ, എക്സാം എഴുതുവാനുള്ള ആ കൃപ കൊടുക്കണമേ, നീ അവരെ ബലപ്പെടുത്തണമേ, പഠിക്കുവാനുള്ള ഉത്സാഹം കൊടുക്കണമേ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവരുടെ ടൈം വേസ്റ്റ് ആയി പോകാതെ അവരുടെ ടൈം മാനേജ് ചെയ്യാൻ. എക്സാമിനേഷന് വേണ്ടി പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 54:13 നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതും ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ ആയിരിക്കും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകും നിങ്ങളുടെ മക്കൾ. ഞാൻ നിന്റെ നാവിൽ പകർന്ന എന്റെ വചനത്തെയും ഞാൻ നിന്റെ ഉള്ളിലാക്കിയ എന്റെ ആത്മാവിനെയും നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, തലമുറകളെ ഓർക്കുന്ന ദൈവം, തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, കർത്താവെ ഇവരുടെ ജനറേഷനെ, ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മഹത്വം, നിന്റെ സാന്നിധ്യം അവരുടെ കൂടാരങ്ങളിൽ ഇറങ്ങി വരട്ടെ. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ആ ജ്ഞാനത്തെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നീ വിസ്ഡം കൊടുക്കണമേ, എക്സാം എഴുതുവാനുള്ള ആ കൃപ കൊടുക്കണമേ, നീ അവരെ ബലപ്പെടുത്തണമേ, പഠിക്കുവാനുള്ള ഉത്സാഹം കൊടുക്കണമേ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവരുടെ ടൈം വേസ്റ്റ് ആയി പോകാതെ അവരുടെ ടൈം മാനേജ് ചെയ്യാൻ